Dear students, balance portion, theodolite unplacing and placing of theodolite. Theodolite എങ്ങനെയാണ് ബോക്സിനകത്ത് വെക്കുന്നതും ബോക്സിൽ നിന്ന് പുറത്തെടുക്കുന്നതും എങ്ങനെയെന്നാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. ബോക്സിൽ നിന്ന് എങ്ങനെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ നിന്ന് തിയോഡലൈറ്റ് എടുക്കാം. ഓപ്പൺ ദ ബോക്സ് കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ ബോക്സ് എന്ത് ചെയ്യുക, തുറക്കുക. തുറന്നതിന് ശേഷം എൻഷുർ ദ കറക്റ്റ് സീറ്റിംഗ് ഓഫ് ദ ടെലസ്കോപ്പ് ഇൻ ദ ബോക്സ്. ബോക്സിനകത്ത് ടെലസ്കോപ്പിൻ്റെ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ദ ട്രെയിനി മേ പ്രിപ്പയർ എ റഫ് സ്കെച്ച് ആൻഡ് സ്റ്റിക്ക് ഇറ്റ് to the inner cover or mark the seating position of the theodolite in the box. അതിനുശേഷം ബോക്സിനകത്ത് എങ്ങനെയാണ് തിയോഡലൈറ്റിൻ്റെ പൊസിഷൻ, സ്ക്രൂസുകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, ഫുഡ് സ്ക്രൂസിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നോക്കി ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. റഫ് സ്കെച്ച് വരച്ചതിന് ശേഷം തിയോഡലൈറ്റിൻ്റെ പുറത്ത് ഇടത് കൈകൊണ്ട് പിടിക്കുക. തിയോഡലൈറ്റിൻ്റെ അടിഭാഗത്ത് ലെവലിംഗ് ഫുഡ് സ്ക്രൂസിൻ്റെ അടിഭാഗത്ത് 4 ഫിംഗേഴ്സ് ഉപയോഗിച്ച്, വലത് കൈയിൽ 4 ഫിംഗേഴ്സ് ഉപയോഗിച്ച് പതിയെ താങ്ങിയാണ് ബോക്സിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് പുറത്തെടുക്കുന്നത്. ഇനി ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് അകത്ത് വെക്കുന്നതെന്നാണ്. പ്ലേസിംഗ് ദ തിയോഡലൈറ്റ് ഇൻ ദ ബോക്സ്, അതായത് സ്റ്റാൻഡിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് എടുക്കുമ്പോൾ തന്നെ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ലൂസായിരിക്കണം. അപ്പോൾ തിരിച്ച് ബോക്സിനകത്ത് വയ്ക്കുമ്പോഴും ലൂസൺ ഓൾ ദ ക്ലാംസ്, എല്ലാ ക്ലാമ്പിംഗ് സ്ക്രൂസും ലൂസ് ചെയ്തിട്ട് വേണം അകത്ത് വയ്ക്കേണ്ടത്. കവർ ദ ഒബ്ജക്റ്റ് ഗ്ലാസ്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റ് ഗ്ലാസ് അതിൻ്റെ ലിഡ് കൊണ്ട് അടച്ചിരിക്കണം. എപ്പോഴും ഒരു അടപ്പുണ്ട്, ആ അടപ്പ് ഉപയോഗിച്ച് അടച്ചിരിക്കണം. വെർട്ടിക്കൽ സർക്കിൾ ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സർവേയർ, വെർട്ടിക്കൽ സർക്കിൾ എപ്പോഴും സർവേയറുടെ ഇടതുഭാഗത്ത് തന്നെ ആയിരിക്കണം, ശ്രദ്ധിക്കണം അത്. 1 ഫുഡ് സ്ക്രൂ ഓൺ ദ ടോപ്പ് ഫേസിംഗ് ദ സർവേയർ ആൻഡ് ദ അതർ 2 റെസ്റ്റ് ഓൺ സപ്പോർട്ട് പ്രൊവൈഡഡ് ഇൻ ദ ബോക്സ്. അപ്പോൾ തിയോഡലൈറ്റിൽ 3 ഫുഡ് സ്ക്രൂസ് ഉണ്ട്. ആ 3 ഫുഡ് സ്ക്രൂസിൽ 2 ഫുഡ് സ്ക്രൂസ് അടിഭാഗത്തും 1 ഫുഡ് സ്ക്രൂസ് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിന് മേളിലും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബോക്സിൽ വയ്ക്കുമ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് അൺപ്ലേസിംഗ് ആൻഡ് പ്ലേസിംഗ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും പെർമനന്റ് അഡ്ജസ്റ്റ്മെൻറ്റുമാണ്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണോ തിയോഡലൈറ്റ് സെറ്റ് ചെയ്യേണ്ടി വരുന്നത് അവിടെയെല്ലാം താൽക്കാലികമായി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. Temporary adjustments are those adjustments required at every new setup of a theodolite. തിയോഡലൈറ്റ് എവിടെയൊക്കെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെ, താൽക്കാലികമായി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോളോയിങ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ് ഫോർ എ ന്യൂ സെറ്റപ്പ് ഓഫ് എ തിയോഡലൈറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ വർക്ക്. ഒരു പുതിയൊരു സ്റ്റേഷനിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്, താഴെ പറയുന്ന രീതിയിൽ തിയോഡലൈറ്റിനെ ടെമ്പററി ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സെറ്റിംഗ് അപ്പ്, ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ സെൻറ്ററിങ്. തേർഡ് വൺ ലെവലിംഗ് അപ്പ്. ഫോർത്ത് വൺ ഫോക്കസിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫോക്കസിങ് ദ ഐ പീസ്, ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. സെറ്റിംഗ് അപ്പ്. ഇനിഷ്യലി ട്രിപ്പോഡ് ഈസ് സെറ്റപ്പ് അറ്റ് എ കൺവീനിയൻറ്റ് ഹൈറ്റ് ഓവർ ദ സ്റ്റേഷൻ, സ്പ്രെഡിങ് ആൻഡ് ഫിക്സിംഗ് 3 legs ഫേംലി ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ തിയോഡലൈറ്റ് സെറ്റ് ചെയ്യുന്ന ട്രിപ്പോഡ് എടുക്കുക. ട്രിപ്പോഡ് എടുത്തതിന് ശേഷം തിയോഡലൈറ്റ് സെറ്റ് ചെയ്യുന്ന ട്രിപ്പോഡ് എടുക്കുക. ട്രിപ്പോഡ് എടുത്തതിന് ശേഷം വെൽ സ്പ്രെഡ് ആയിട്ട് ഓരോ സർവേയറുടെയും ഹൈറ്റിനനുസരിച്ച് വേണം ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് റീഡിങ്സ് എന്ത് ചെയ്യണം പറയുന്നത് സാധാരണ എങ്ങനെയാണ് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യേണ്ടത്, അവരവരുടെ ചെസ്റ്റ് ഹൈറ്റിനനുസരിച്ച് വേണം ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യാൻ. കാരണം ഒരു കാരണവശാലും കാലുകൊണ്ട് എത്തി നോക്കാൻ പാടില്ല. അപ്പോൾ ചെസ്റ്റ് അവരവരുടെ ഹൈറ്റിനനുസരിച്ച് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുക. വെൽ സ്പ്രെഡ് ആയിട്ട് ട്രിപ്പോഡ് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഫിക്സ് ദ ഇൻസ്ട്രുമെൻ്റ് ഓവർ ദ ട്രിപ്പോഡിലേക്ക് ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്യുക. ബ്രിങ് ദ ലെവലിംഗ് സ്ക്രൂസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റൺ. ഈ ട്രിപ്പോഡിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ലെവലിംഗ് ഫുഡ് സ്ക്രൂസിലും അല്ലെങ്കിൽ ലെവലിംഗ് സ്ക്രൂസ് എല്ലാം എന്ത് ചെയ്യുക, സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ദെൻ ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ലെവൽഡ് ബൈ ഐ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അതിൽ തന്നെ എന്താണ്
ഇൻസ്ട്രുമെന്റ് ഏകദേശം നമ്മുടെ കണ്ണോട്ടത്തിൽ തന്നെ ഏകദേശം എന്തായി, ലെവലായി. Some instruments are provided with a small circular bubble on the tri-branch to check the horizontal level. അപ്പോൾ ചില ട്രിപ്പോഡുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ഒരു സർക്കുലർ ബബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ട്രിപ്പോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലെന്താണ്, ആ ബബിൾ കറക്റ്റ് ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വരും, സെൻറ്ററിലേക്ക് വരും. അങ്ങനെയാണ് എന്തോന്ന് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റ് ലെവലായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സെൻറ്ററിങ് വിൽ ഡിസ്റ്റർബ് ഇഫ് ദർ ഈസ് കൺസിഡറബിൾ ഡിസ്ലെവൽമെന്റ്. അപ്പോൾ ഈ ബബിള് കറക്റ്റ് സെൻറ്ററിലല്ല വന്നെങ്കിൽ അതെന്തോന്നാണ്, ആ ലെവൽ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ലെവലിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു എന്നാണ്. അപ്പോൾ സെൻറ്ററിങ് ഈസ് അച്ചീവ്ഡ് ബൈ സസ്പെൻഡിങ് പ്ലം ബോബ് വിത്ത് എ സ്ട്രിങ് attached to the hook fitted to the bottom end of the vertical axis. Approximate centering is done by moving the legs radially and circumferentially. Accuratable centering by finer movement is done by shifting head, unlocking the shifting head clamp. അപ്പോൾ സെൻറ്ററിങ്, അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പോഡിൽ എന്ത് ചെയ്തു, തിയോഡലൈറ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേഷൻ മാർക്കിൽ ഒന്നുകിൽ ഗ്രൗണ്ടിൽ പെഗ് അടിച്ച് തരും, അതായിരിക്കും സ്റ്റേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ആ സ്റ്റേഷൻ മാർക്കിൽ കറക്റ്റ് എന്ത് ചെയ്യുക, ആ തിയോഡലൈറ്റിനെ വെർട്ടിക്കലായിട്ട് കൊണ്ടുവരിക. അപ്പോൾ സെൻറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞായിരുന്നു, എന്തോന്നാണ്, പ്ലം ബോബാണ് ഉപയോഗിച്ച് നമ്മൾ സെൻറ്റർ ചെയ്യുന്നത്. എപ്പോഴും വെർട്ടിക്കൽ ആക്സിസിന്റെ ബോട്ടത്തിൽ ഫിറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ പ്ലം ബോബ് ഇടുക. പ്ലം ബോബ് ഇട്ട് അപ്രോക്സിമേറ്റ് സെൻറ്ററിങ് ഇസ് ഡൺ ബൈ മൂവിങ് ദ ലെഗ്സ്. അപ്പോൾ ഇത് സെൻറ്ററിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ 3 ലെഗ് ഉണ്ട്, അതിൽ 2 ലെഗ് ഫിക്സ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലെഗ് എന്താണ്, ലെഫ്റ്റിലോ സൈഡിലോ ചലിപ്പിക്കുക, അല്ലെങ്കിൽ സർക്കഫറൻഷ്യലി ആയിട്ട് ലെഫ്റ്റിലോ സൈഡിലോ, അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് റേഡിയലി ആയിട്ട് ഇൻ ആൻഡ് ഔട്ട് എന്ത് ചെയ്യുക, ചലിപ്പിക്കുമ്പോഴത്തേക്കും എന്താണ്, സെൻറ്റർ ആവും. ആക്യുറേറ്റ് സെൻറ്ററിങ് ബൈ ഫൈനിയർ മൂവ്മെൻറ്റ് ഇസ് ഡൺ ബൈ ഷിഫ്റ്റിംഗ്. അപ്പോൾ നമ്മൾ എന്താണ്, പ്ലം ബോബ് ഉപയോഗിച്ച് സെൻറ്ററിങ് ചെയ്തതിന് ശേഷം കറക്റ്റ് കുറച്ചുകൂടെ കൃത്യത വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഷിഫ്റ്റിംഗ് ഹെഡ്. കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞ ഒരു 1 വേർഡാണ്. തിയോഡലൈറ്റിലെ എക്സാക്ട് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഷിഫ്റ്റ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഹെഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കൃത്യമായ സെൻറ്ററിങ് നടത്തുക. സെൻറ്ററിങ് ഈസ് ഡൺ ടു പ്ലേസ് ദ വെർട്ടിക്കൽ ആക്സിസ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ. അപ്പോൾ സെൻറ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേഷൻ പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെവലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ഓപ്പറേഷൻ ടു മേക്ക് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ട്രൂലി വെർട്ടിക്കൽ ആൻഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. അപ്പോൾ ലെവലിംഗ് അപ്പ് ചെയ്യുന്നത് എന്തോന്നാണ്, വെർട്ടിക്കൽ ആക്സിസ് ഇൻസ്ട്രുമെന്റിന്റെ വെർട്ടിക്കൽ ആക്സിസിൽ വെർട്ടിക്കൽ ആവുകയും അതുപോലെ സ്റ്റേഷനിലൂടെ കടന്നു പോവുകയും ചെയ്യണം. അതാണ് ലെവലിംഗ് ഓപ്പറേഷൻ. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഫുട് സ്ക്രൂ ഉപയോഗിച്ചാണ്. ഫുട് സ്ക്രൂ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ടെലസ്കോപ്പിനെ എന്ത് ചെയ്യുക, അത് പഴയ ഇൻസ്ട്രുമെന്റിലാണ് ഈ ബബിളിന്റെ പാരലാക്കി ടെലസ്കോപ്പ്, അതായത് മെയിൻ ബബിള് സെന്ററിലേക്ക് വന്ന് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് പറയാം. ടെലസ്കോപ്പ് എന്ത് ചെയ്യുക, 2 ഫുട് സ്ക്രൂവിനെ പാരലായി വെച്ചതിന് ശേഷം 2 ഫുട് സ്ക്രൂവും ഒരുപോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക, പുറത്തേക്കോ അകത്തേക്കോ ചലിപ്പിക്കുക. അപ്പോഴത്തേക്കും മെയിൻ ബബിൾ സെന്ററിലേക്ക് വരികയും എന്നിട്ട് 180 ഡിഗ്രി ടേൺ ചെയ്ത്, ടെലസ്കോപ്പിനെ 180 ഡിഗ്രി ടേൺ ചെയ്ത് മൂന്നാമത്തെ ഫുട് സ്ക്രൂവിൽ ടെലസ്കോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ചലിപ്പിക്കുക. ഇപ്പോഴത്തെ ഡിജിറ്റലിൽ അങ്ങനെയില്ല. എന്താണ്, നമുക്ക് ഫുട് സ്ക്രൂ ഉപയോഗിച്ച് ബബിളിനെ സെൻറ്ററാക്കി ഇൻസ്ട്രുമെന്റ് ടേൺ ചെയ്ത് 3rd ഫുട് സ്ക്രൂ ഉപയോഗിച്ച് ആൾട്ടിറ്റ്യൂഡ് ബബിൾ സെൻറ്റർ ആക്കുക. അതാണ് ലെവലിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഫോക്കസിങ് ഈസ് ഡൺ ടു എലിമിനേറ്റ് പാരലാക്സ് എറർ. അപ്പോൾ ഇത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് ഫോക്കസിങ് എന്ന് ചോദിച്ചാൽ, പാരലാക്സ് എറർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് പാരലാക്സ് എന്നുള്ളത്? ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ ഇമേജ് ട്രൂലി എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ദി ക്രോസ് എയർ. നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പ്രതിബിംബം എന്താണ്, ചലിച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ കണ്ണ് മുകളിലോട്ടും താഴോട്ടും ചലിപ്പിച്ച് നോക്കുമ്പോൾ, ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ നമ്മൾ നോക്കുന്ന വസ്തുവിന്റെ പ്രതിബിംബം എന്ത് ചെയ്യുന്നു, ചലിപ്പിക്കും, അതായത് ചലിച്ചുകൊണ്ട് നിൽക്കുന്നു.
ആ മൂവ്മെൻറ്റിനെയാണ് പാരലാക്സ് എന്ന് പറയുന്നത്. ഈ പാരലാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസിങ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വൺ ഫോക്കസിങ് ദ ഐ പീസ്. ആദ്യം ചെയ്യേണ്ടത് ഐ പീസ് ഫോക്കസ് ചെയ്യുക. ഐ പീസ് ഫോക്കസ് ചെയ്യുന്നതിന് ദിസ് ഈസ് ഡൺ ബൈ ഹോൾഡിംഗ് ദ വൈറ്റ് പേപ്പർ 15 cm in front of the objective and turning the eyepiece in or out until the crosshair are seen sharp and distinct. അപ്പോൾ ടെലസ്കോപ്പ് എന്ത് ചെയ്യുക, ടെലസ്കോപ്പ് വെച്ചതിന് ശേഷം ഒബ്ജക്റ്റീവ് ഗ്ലാസിൻ്റെ അടപ്പെല്ലാം മാറ്റിയതിന് ശേഷം ഒരു വെള്ള പേപ്പർ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഫ്രണ്ടിലേക്ക് പിടിച്ചതിന് ശേഷം ഐ പീസിനെ അകത്തോട്ടോ പുറത്തോട്ടോ ചലിപ്പിക്കുക. അപ്പോൾ നമുക്ക് ക്രോസ് എയർ വളരെ വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോക്കസിങ് ദ ഐ പീസ്. ഒന്നുകൂടെ, എന്താണ് ഫോക്കസിങ് ദ ഐ പീസ് എന്ന് പറഞ്ഞാൽ, ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏകദേശം 15 സെൻറ്റിമീറ്റർ മാറി അവിടെ ഒരു വെള്ള പേപ്പർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പിടിക്കുക. ഐ പീസിനെ അകത്തോട്ടോ പുറത്തോട്ടോ ചലിപ്പിക്കുമ്പോൾ ക്രോസ് എയർ വളരെ വ്യക്തമായി കാണുന്ന പ്രവർത്തനത്തെയാണ് ഫോക്കസിങ് ദ ഐ പീസ് എന്ന് പറയുന്നത്. ഇനി ഫോക്കസിങ് അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഷാർപ്പായിട്ടും വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോക്കസിങ് ദ ഐ പീസ് ചെയ്യുന്നത്. ക്രോസ് എയർ കാണുകയും സീൻ ഷാർപ്പ് ആൻഡ് ഡിസ്റ്റിങ്, വളരെ വ്യക്തമായി ക്രോസ് എയർ കാണാൻ പറ്റും. ദൂരെ ഉള്ള ഒബ്ജക്റ്റിനെ ആയാലും നോക്കുമ്പോൾ ക്രോസ് എയർ വളരെ വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ്. Objective to be sighted is focused to bring the image in the plane of the crosshairs. Move the eye up and down or sideways to check whether the crosshairs have any relative movement with respect to the object sighted. Parallax is condition that there exists a relative movement between the crosshairs and the object sighted. This condition arises when the focusing lens is not in its proper position. Parallax can be eliminated by refocusing lens in proper പൊസിഷൻ. അപ്പോൾ ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടെലസ്കോപ്പിന് ഏത് ഒബ്ജക്റ്റാണോ എടുക്കുന്നത് ആ ഒബ്ജക്റ്റിലേക്ക് ടേൺ ചെയ്യുക, ഐ പീസിലൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ക്രോസ് എയറിൻ്റെ ആ പൊസിഷനിലാണ് വന്ന് കിടക്കുന്നത്. ഇമേജ് പ്രതിബിംബം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റുകയാണെങ്കിൽ അത് കറക്റ്റാണ്. അവിടെ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് വളരെ കറക്റ്റാണ്. എന്നിട്ട് ഫോക്കസിങ് സ്ക്രൂ വെച്ച് അവരുടെ ഐസൈറ്റിനനുസരിച്ച് ടേൺ ചെയ്ത് തിരിച്ചു നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി ആ ഇമേജ് കാണാൻ പറ്റും. ഇനി ആ ഇമേജ് നമ്മൾ എത്ര ഫോക്കസിങ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണുകൊണ്ട് മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ ചലിപ്പിച്ച് നോക്കുമ്പോൾ ഈ ഇമേജ്, ഈ പ്രതിബിംബം ചെറുതായിട്ട് ചലിക്കുന്നു എങ്കിൽ അതിനർത്ഥം അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തത് കറക്റ്റ് ആയില്ല, അവിടെ പാരലാക്സ് എറർ ഉണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ഫോക്കസിങ് പ്രവർത്തനം വീണ്ടും ചെയ്യുക, അതായത് ഐ പീസ് ഫോക്കസ് ചെയ്യുകയും ഒബ്ജക്റ്റ് ഗ്ലാസ് വീണ്ടും ഫോക്കസ് ചെയ്യുകയും ചെയ്യുക. ഈ കണ്ടീഷൻസ് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിനകത്തുള്ള ലെൻസ് ഇൻപ്രോപ്പർ കണ്ടീഷനിലല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. പാരലാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലെൻസിനെ പ്രോപ്പർ പൊസിഷനിലേക്ക് കൊണ്ടുവരികയും എന്ത് ചെയ്യുക, വീണ്ടും റീഫോക്കസിങ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് എന്തോന്ന് പറയുന്നത്, ടെമ്പറിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഈ 3 അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ എവിടെയൊക്കെ ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവച്ച് സെറ്റ് ചെയ്യുന്നു അവിടെയെല്ലാം ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് ഒന്നുകൂടെ നോക്കാം. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഈസി ആയിട്ട് പറഞ്ഞാൽ ഓരോ പുതിയ സ്റ്റേഷനിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോഴും ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് 4 തരത്തിലാണ് നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് പൂർത്തിയാക്കുന്നത്. ഫസ്റ്റ് വൺ സെറ്റിംഗ് അപ്പ്, സെക്കൻഡ് വൺ സെൻറ്ററിങ്, തേർഡ് വൺ ലെവലിംഗ് അപ്പ്, ഫോർത്ത് വൺ ഫോക്കസിങ്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫോക്കസിങ് ദ ഐ പീസ് ആൻഡ് ഫോക്കസിങ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ്. ഇപ്പോൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പോഡ് സെറ്റ് ചെയ്യുക. ഗ്രൗണ്ടിൽ ഏതാണോ സ്റ്റേഷൻ മാർക്ക് തന്നിരിക്കുന്നത് അവിടെ വെൽ സ്പ്രെഡ് ആയിട്ട് നന്നായിട്ട് ട്രിപ്പോഡ് എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാം ട്രിപ്പോഡ് എന്ന് പറഞ്ഞാൽ 3 കാലുകളുള്ള സ്റ്റാൻഡിനെയാണ് ട്രിപ്പോഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്യുന്നത് അവരവരുടെ ഹൈറ്റിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം ട്രിപ്പോഡിന്റെ പുറത്ത് അനുയോജ്യമായ ഹൈറ്റിൽ സെറ്റ് ചെയ്യുക.
ഫിക്സ് ദ ഇൻസ്ട്രുമെന്റ് ഓവർ ദ ട്രിപ്പോഡ്. ട്രിപ്പോഡിന് മുകളിലായിട്ട് ഇൻസ്ട്രുമെന്റിനെ സ്ഥാപിക്കുക. ബ്രിങ് ദ ലെവലിംഗ് സ്ക്രൂ അറ്റ് ദ മിഡിൽ ഓഫ് റൺ. എന്നിട്ട് ലെവലിംഗ് സ്ക്രൂസ് എല്ലാം സെന്ററിലേക്ക് കൊണ്ടുവരണം. ദെൻ ദ ഇൻസ്ട്രുമെന്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ലെവൽഡ് ബൈ ദ ഐ ജഡ്ജ്മെന്റ്. അപ്പോൾ ആ സമയത്തേക്ക് തന്നെ നമ്മൾ കണ്ണോട്ടത്തിൽ ഏകദേശം ഇൻസ്ട്രുമെന്റിനെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. Some instruments are provided with a small circular bubble on the tri-branch to check the horizontal level. ഇപ്പോൾ ഈ ട്രൈ ബ്രാഞ്ച് പ്ലേറ്റിൽ എന്താണ്, ചില ഇൻസ്ട്രുമെന്റുകളിൽ ഇപ്പോഴുള്ള എല്ലാ ഡിജിറ്റൽ തിയോഡലൈറ്റുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രൈ ബ്രാഞ്ച് ബബിൾ, സർക്കുലർ ബബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പോഡിൽ ഫിക്സ് ചെയ്യുന്നത് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, അത് ലെവലാണ് എങ്കിൽ ഈ ബബിൾ കറക്റ്റ് സെൻട്രൽ പൊസിഷനിലേക്ക് വരും. അങ്ങനെയെങ്കിൽ അവിടെ ലെവലാണ്, ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെവലാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്തത്, ലെവൽ ചെയ്തതിന് ശേഷം ഇൻസ്ട്രുമെന്റിൽ താങ്ങി നിൽക്കരുത്. അതായത് ഒരു കാരണവശാലും ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ഒരു തടസ്സവും സംഭവിക്കാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ സെന്ററിങ്. സെന്ററിങ് ഈസ് അച്ചീവ്ഡ് ബൈ സസ്പെൻഡിങ് എ പ്ലംബോ. സെന്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞത് തന്നെയാണ്, എന്താണ്, പ്ലംബോബ് ആണ്. പ്ലംബോബ് എന്താണ്, സ്ട്രിങ് ഉപയോഗിച്ച്, ഒരു നൂല് ഉപയോഗിച്ച് വെർട്ടിക്കൽ ആക്സിസിന്റെ ബോട്ടത്തിലൂടെ ഇങ്ങനെ തൂക്കിയിടുക. ഒരു ഹൂക്ക് ഉണ്ടാവും. ആ സ്പിൻഡിലൂടെ ഒരു സ്പിൻഡിലാണ്, ഇന്നർ സ്പിൻഡിലാണ്. ആ സ്പിൻഡിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ലംബമായി തന്നെ അത് തൂക്കിയിടുക. ഏകദേശം സെന്റർ ആയി ചെയ്തതിന് ശേഷം, ഏകദേശം സെന്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ലെഗിനെ, 2 ലെഗ് ഫിക്സ് ചെയ്തിട്ട് മൂന്നാമത്തെ ലെഗിനെ റേഡിയലായിട്ട്, അതായത് ഇൻ ആൻഡ് ഔട്ടോ അല്ലെങ്കിൽ എന്താണ് സർക്കംഫറൻഷ്യലായിട്ടോ എന്താണ് സൈഡിലോ, അതായത് റൈറ്റോ ലെഫ്റ്റോ ഒക്കെ ടേൺ ചെയ്ത് നോക്കുമ്പോൾ ബബിൾ എന്ത് ചെയ്യുന്നു, അത് ഏകദേശം സെന്റർ ആവുന്നു. ആക്യുറേറ്റ് സെന്ററിങ്, കൃത്യമായി സെന്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയോഡലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തോന്ന്, ഷിഫ്റ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, ലൂസാക്കിയിട്ട് കറക്റ്റ് സെന്റർ ആയതിനു ശേഷം അതിനെ ക്ലാമ്പിംഗ് പൊസിഷനിലേക്ക് വെക്കുക. അടുത്ത ലെവലിംഗ് പ്രോസസ്സാണ്. ലെവലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസ് ഇൻസ്ട്രുമെന്റിന്റെ വെർട്ടിക്കൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്റ്റേഷന് വെർട്ടിക്കലായിട്ട് തന്നെ ആയിരിക്കണം ലെവൽ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ബബിള് 2 ഫുട് സ്ക്രൂ ഉപയോഗിച്ച് മെയിൻ ബബിളിനെ എന്ത് ചെയ്യുക, സെൻട്രലാക്കുക. മൂന്നാമത്തെ ബബിൾ ഉപയോഗിച്ച് ആൾട്ടിറ്റ്യൂഡ് ബബിൾ സെൻറ്റർ ആക്കുക. അതാണ് ലെവലിംഗ് അപ്പ് എന്ന് പറയുന്നത്. അടുത്ത് ഫോക്കസിങ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഫോക്കസിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ് ദ പാരലാക്സ് എന്ന് പറയുന്ന എറർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോക്കസിങ് ചെയ്യുന്നത്. 2 തരത്തിലാണ് ഫോക്കസിങ് ദ ഐ പീസ് ആൻഡ് ഫോക്കസിങ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ്. ഐ പീസ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോസ് ഹെയർ വളരെ വ്യക്തമായും ക്ലിയർ ആയിട്ടും കാണുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഷാർപ്പ് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടാണ് ഫോക്കസിങ് ദ ഐ പീസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒബ്ജക്റ്റ് ഗ്ലാസിന്റെ ഫ്രണ്ടിലെ ലിഡ് മാറ്റിയതിനു ശേഷം ഏകദേശം 15 സെന്റിമീറ്റർ അകലത്തിൽ ഒരു വെള്ള പേപ്പർ അതിന്റെ ഫ്രണ്ടിൽ പിടിക്കുക. അതിനുശേഷം ഐ പീസിനെ അകത്തോട്ടോ പുറത്തോട്ടോ ചലിപ്പിക്കുമ്പോൾ ക്രോസ് ഹെയർ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഇതാണ് ഫോക്കസിങ് ദ ഐ പീസ് എന്ന് പറയുന്നത്. ഇനി ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതാണോ ഒബ്ജക്റ്റ് എടുക്കുന്ന ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ത് ചെയ്യുന്നു, ക്രോസ് ഹെയറിന്റെ സ്ഥാനത്ത് വന്ന് കിടക്കും. അതിന്റെ രൂപം വരുന്നതാണ് ഫോക്കസിങ് ദ ഒബ്ജക്റ്റ്. അത് എന്നിട്ട് ഫോക്കസ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. അവരവരുടെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ച ശക്തി ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ഗ്ലാസിനെ നോക്കുന്ന സമയത്ത് കണ്ണ് മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുക, അല്ലെങ്കിൽ സൈഡിലോട്ടോ ലെഫ്റ്റിലോട്ടോ ചലിപ്പിക്കുമ്പോൾ ഈ നാം എടുത്ത ഒബ്ജക്റ്റിന്റെ പ്രതിബിംബത്തിന് എന്തെങ്കിലും സ്ഥാനചലനം ക്രോസ് ഹെയറിന്റെ ഫ്രണ്ടിൽ തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം അവിടെ എന്താണ്, പാരലാക്സ് എന്ന് പറയുന്ന എറർ ഉണ്ട്. ആ പാരലാക്സ് എന്ന് പറയുന്ന എറർ ഒഴിവാക്കണം. ആ പാരലാക്സ് എറർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വീണ്ടും എന്ത് ചെയ്യുക, റീഫോക്കസിങ് ചെയ്യുക. വീണ്ടും ഫോക്കസിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ലെൻസ് കറക്റ്റ് പൊസിഷനിലല്ല എങ്കിലും ഈ പാരലാക്സ് എന്ത് ചെയ്തും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പാരലാക്സ് എലിമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും ഫോക്കസിങ് ചെയ്യുക. ഇത് ഇത്രയുമാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്.